ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സെലിബ്രിറ്റിയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിനെ ഇപ്പൊ എന്താ പറയാ കത്തിച്ചുകൊണ്ട് നിൽക്കാണ്. ഇൻസ്റ്റാഗ്രാമില് ഓൾറെഡി 600 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, പ്ലസ് അതിലാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമോ എന്നുള്ളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്താണ് തുടങ്ങുന്നത്. ഇപ്പൊ മണിക്കൂറുകൾ കൊണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്? 1.35 കോടി സബ്സ്ക്രൈബേഴ്സ്. അതെ, ആരാധകരുടെ ഒരു പവർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇത് 600+ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞില്ലേ, ഇൻസ്റ്റാഗ്രാം അത്രയും ഉണ്ടല്ല പറഞ്ഞത്. അതായത് ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ക്രിസ്ത്യാനോ. ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിലല്ലേ, ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ എല്ലാത്തിലും മൊത്തത്തിൽ അല്ല ഇതിൽ ഇൻസ്റ്റാഗ്രാമിന്റെ സ്വന്തം പേജുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനോടാണ് ഉള്ളത്. ഇവിടെ ഞാനിപ്പോ വീഡിയോ എടുത്തിട്ടേ ഓൾഡസ്റ്റ് അടിക്കാൻ വരുന്നൊക്കെ 16 മണിക്കൂർ മുമ്പ്. ഓൾഡസ്റ്റ് വീഡിയോ 16 മണിക്കൂർ മുമ്പ്, ഒരു ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കാണ് ഇമ്മാതിരി 19 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോക്ക് 76 ലക്ഷം വ്യൂ ആ. എന്റെ ഏറ്റവും ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പോ 7 അവർ മുമ്പ്. എന്താ ഇട്ടെന്ന് അറിയോ? ഗോൾഡൻ ബട്ടൺ ഫോർ മൈ ഗോൾഡൻ കിഡ്സ് ഉണ്ട്. അതായത് ഒരു 24 മണിക്കൂർ പോലും ആയിട്ടില്ല, ഗോൾഡൻ ബട്ടൺ കിട്ടി. അതിന് 39 ലക്ഷം വ്യൂ. എന്താലേ ഇതൊക്കെ! എന്താ വെച്ചാലേ ഇത്രയും ലോകത്ത് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയം. അതെ അതെ അതെ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളടക്കം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക. ഈ സ്യൂ സെലിബ്രേഷൻ ഒക്കെ ഒളിമ്പിക്സിലേക്ക് കണ്ടില്ലേ, എല്ലാവരും ഈ സ്യൂ സെലിബ്രേഷൻ ആണ്. ഏത് കായിക വിനോദം എടുത്താലും ഏത് സെലിബ്രേഷൻ എടുത്താലും അവിടെ ഒരു സ്യൂ സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വളരെ റെയറാണ്. സിനിമയിൽ ഇപ്പൊ അടുത്തുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയപ്പോ നമ്മുടെ വിജയ് ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയപ്പോൾ ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. ഇത് സംഭവം ഇന്റർനാഷണൽ ആണ്, കളി മാറി. പക്ഷെ 1.35 അല്ല, ഇത് ഇതിമൊക്കെ വിടും സമയം കുറെ ആള് അറിഞ്ഞു വരുന്നുള്ളൂ. നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര ഒരുപാട് ആളുകൾ ഇതിന്റെ സ്റ്റാറ്റസും സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതിപ്പോ ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങിയപ്പോ ഗോൾഡൻ ബട്ടൺ കൂടി കിട്ടിയപ്പോ അത് ഭയങ്കരമായിട്ട് റൊണാൾഡോ ബുദ്ധി കളിക്കാണ്. 19 വീഡിയോ ഒരു ദിവസത്തെ സമയം കൊണ്ട് ഇട്ടു എന്നുള്ളതാണ് സംഭവം. മനസ്സിലാവും. 1-2 മിനിറ്റിന്റെ വീഡിയോ ഉള്ളൂ, പ്രത്യേകിച്ച്. പിന്നെ ഏകദേശം കരിയർ അവസാനിക്കുകയാണ്. 1-2 വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് ഫുട്ബോളിൽ നിന്ന് മാറും. പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും മൂപ്പര് പരിപാടി. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ആയിട്ട് പോവാനായിരിക്കാം. ഭയങ്കര എന്താ പറയാ, ഇങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളും എന്ന് വെച്ചാല് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാ ആളുകൾക്കും മൂപ്പരുടെ സ്കില്ലിന്റെ കുറിച്ചോ അങ്ങനത്തെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഭാവിയിൽ മേ ബി പറഞ്ഞേക്കാം. ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതിനിപ്പോ ഒന്നും വേണ്ട. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് പറ്റിയോ അങ്ങനത്തെ വീഡിയോസ് വന്നേക്കാം, മേ ബി വന്നേക്കാം, ഉറപ്പ് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ആളുകളെ മീറ്റ് ചെയ്യണതോ അങ്ങനത്തെ ഒക്കെ സാധനം ആയിരിക്കാം. പക്ഷെ എന്താണെങ്കിലും ഞാൻ ആഗ്രഹം പറയാം, അത് പുള്ളിക്കാരുടെ ഒരു എക്സ്പീരിയൻസ് വളർന്നു വരുന്ന ആളുകൾക്കൊക്കെ അതിന്റെ പ്രചോദനം കൊടുക്കുന്ന രീതിയിൽ, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ പറയുകയും അല്ലാതെ ഇതേപോലത്തെ സ്കിൽസും സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് എന്തൊരു വലിയ കിട്ടലാണത്. അറിയില്ല. പക്ഷെ ചെയ്തിരുന്നെങ്കിൽ പൊളിച്ചേനെന്ന് പറയാം. പുള്ളി ചെയ്തിരുന്നെങ്കിൽ ഭയങ്കരമായിരുന്നു. കാരണം അങ്ങനെ ഒരു കോച്ചിങ് സെന്ററിൽ പോകാൻ കഴിയാത്ത ആളുകൾക്ക് ഒരുപാടുണ്ടല്ലോ, നല്ല കഴിവുള്ള ആളുകളുണ്ട് ഒരുപാട്. ഇപ്പൊ മുഴുവൻ ഫുട്ബോളിന്റെ എല്ലാ സംഭവം പഠിപ്പിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാമ്പിലൊക്കെ പോയി അങ്ങനെ തന്നെ പറ്റുള്ളൂ. ക്യാമ്പുകളിലൊക്കെ പോയി നിന്നൊക്കെ പഠിക്കണം. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ല ഇൻബോൺ ആയിട്ടുള്ള കഴിവുള്ള ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ സാധനം കിട്ടിയാലും അതവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നല്ലതായിരുന്നു എന്നൊരു ആഗ്രഹം. എന്തായാലും യൂട്യൂബ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് കണ്ടറിഞ്ഞ എന്നെ വേണ്ടി. ഒരിക്കലും 277 മില്യൺ ആണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് യൂട്യൂബില് ആണെന്ന് തോന്നുന്നു. ടി സീരീസ് അല്ലേ ഇന്ത്യയില്, അവരാണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല. എന്തായാലും എല്ലാ റെക്കോർഡും ഇതുമ്പോ തീരുമാനമാവാനാണ് ചാൻസ് മിക്കവാറും. 16 മണിക്കൂറിലെ ഗോൾഡൻ ബട്ടൺ വരെ കയ്യിലിരിക്കണം. ഇത് മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഒരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ തീരുമാനമാവും. അത് പേജിൽ ഇട്ടിരുന്നുണ്ട് തോന്നുന്നു, കറക്റ്റ് അറിഞ്ഞില്ല. പക്ഷെ എന്തായാലും ആളുകൾ അറിഞ്ഞു വരുന്നുള്ളൂ. CR7 യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു, പല ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം ഏതായാലും നമുക്ക് നോക്കാം ഇനി എങ്ങനെ വരും, യൂട്യൂബിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ യൂട്യൂബിലൊക്കെ ഇമ്മൊരു തരംഗം ഉണ്ടാക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതും ഗോൾഡൻ ബട്ടൺ ഇത് പിന്നെയും നമ്മളെ നാട്ടിലൊക്കെ ഓരോ യൂട്യൂബേഴ്സ് 5-6 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്നത്.
അതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ യൂട്യൂബ് കത്തുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. വെയിറ്റ് ആൻഡ് സീ. ഏകദേശം എത്ര സമയം കൊണ്ട് ഇവര് ടോപ്പിൽ വന്നേക്കാം അല്ലെ? ടോപ്പിൽ വരികയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ക്രിസ്ത്യാനോ സമയം എടുത്തേക്കാം തോന്നുന്നുണ്ടെങ്കിൽ 1 ബില്യൺ അല്ലെ? തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റില് 100 കോടി ഇല്ലേ? 1 ബില്യൺ അല്ലെ? 1000 കോടി എത്രയാണ് 1 ബില്യൺ വരാ? 1 ബില്യൺ 100 കോടി എന്നല്ലേ? അതും കൂടെ കമന്റ് ഇട്ടേക്കല്ലേ? അറിയുന്നവരെന്ന് പറയുന്നത് 100 കോടി ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഈ പോക്കോണേ ആകും. കാരണം ആള് അറിയാത്തോണ്ട്, ഇപ്പൊ അധികം ആൾക്കാർ അറിയാത്തോണ്ട് അത് എല്ലാവരും കൂടി അറിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക, ഇവരെ പോർച്ചുഗലിൽ നിന്ന് മാത്രമോ അല്ലെങ്കിൽ ഫുട്ബോൾ അത്രയും ഭയങ്കരമുള്ള രാജ്യങ്ങളിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും എവ്രിവെയർ എന്ന് പറയേണ്ടി വരും അല്ലെ? ഫുൾ യൂണിവേഴ്സ് മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്തായാലും പുള്ളിക്കാവാം, നോക്കാം.